കഴിഞ്ഞ ദിവസം ഈ കാലടി സർവകലാശാലയിൽ വന്നപ്പോൾ ശോഭന തന്നെ അവരോട് ചോദിച്ചു. അപ്പോഴാണ് വൈസ് ചാൻസലർ ആ സത്യം തുറന്നു പറഞ്ഞത്. ഇവിടെ നഞ്ച് വാങ്ങി തിന്നാൻ പോലും നയാ പൈസ ഇല്ല. ഇത് ചടങ്ങ് നടത്തണമെങ്കിൽ കുറച്ച് പൈസ വേണ്ടേ? ആ പൈസ ഇന്നിപ്പോൾ യൂണിവേഴ്സിറ്റിയിലില്ല. അരിമണി ഒന്ന് കുറിക്കാനില്ല, തരിവളയിട്ട് കിളിക്കാൻ മോഹം എന്ന അവസ്ഥയിൽ കൂടിയാണ് യൂണിവേഴ്സിറ്റി കടന്നു പോകുന്നത്. അതുകൊണ്ട് ശോഭന മാഡം ക്ഷമിക്കണം. കാശുണ്ടാകുമ്പോൾ നിങ്ങൾ വിളിച്ചു വരുത്തി ഞങ്ങൾ ഡോക്ടറേറ്റ് തരും. അതുവരെ സർവകലാശാല ഉണ്ടാകും. അതുവരെ ശോഭനയും ഉണ്ണി സാറും അതുപോലെ ആ ടി എം കൃഷ്ണയും ജീവിച്ചിരിക്കുമോ എന്നൊന്നും നമുക്ക് ഉറപ്പില്ല. എങ്കിൽ പോലും യൂണിവേഴ്സിറ്റിയുടെ വാക്കാണ്. ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും കാശുണ്ടാവുന്ന മുറയ്ക്ക് ചടങ്ങ് സംഘടിപ്പിക്കും. ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഈ ബിരുദം തരികയും ചെയ്യും. ഏതായാലും ശോഭന പിന്നൊന്നും പറഞ്ഞില്ല. ഇവരുടെ ഈ ചീഞ്ഞ ആ ഡോക്ടറേറ്റ് ഇല്ലാത്തതുകൊണ്ട് ശോഭനയ്ക്ക് പ്രത്യേകിച്ച് യാതൊരു അപകർഷവും സംഭവിച്ചിട്ടില്ല. പേരിൻ്റെ കൂടെ ഡോക്ടർ എന്ന് എഴുതി വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല എന്നവർക്കറിയാം. അവർ നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോയി. അപ്പോൾ ഇത് പത്രത്തിൽ വന്നു, മനോരമയിലും മാതൃഭൂമിയിലൊക്കെ വന്നു. ശോഭനയ്ക്ക് ഡോക്ടറേറ്റ് കൊടുക്കാത്തത് സർവകലാശാലയ്ക്ക് കാശില്ലാഞ്ഞിട്ടാണ് എന്ന പരമരഹസ്യം ഇതോടെ അങ്ങാടിപ്പട്ടായി.